മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും ഇവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ് അവിടെ. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനുഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കോടും ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാനും ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ളവർ കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. മാസം മാത്രം തുറക്കുന്ന ചില ഹോട്ടലുകളുടെ റോഡ് സൈഡുകളിലൊക്കെ താൽക്കാലിക ഷെഡുകളിൽ അത്തരത്തിലുള്ള ഹോട്ടലുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. മലപ്പുറം ടൗണിൽ മാത്രം, അതും സ്ഥിരമായിട്ടുള്ള ഹോട്ടലുകൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതെ, മലപ്പുറം കോട്ടപ്പടിയാണ്, ആലിഞ്ചോട്. മലപ്പുറം കോട്ടപ്പടി നമ്മൾ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ആലിഞ്ചോട്ടുള്ള ഇവിടെ ആ സൈഡിൽ തന്നെ ഇതാ സ്വാഗത റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ മലബാർ റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ, ഇതൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകളുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്ന കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയിട്ട് ഉണ്ടാക്കുന്നില്ല, അവരെ ഉള്ളിൽ കയറിയിട്ട് ശല്യമാക്കുന്നില്ല. ഇത് കണ്ട സ്വാഗത റെസ്റ്റോറൻറ്റ് ഇത് ഓപ്പൺ ആണ്, ഇവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതാണ് മലപ്പുറം കോട്ടക്കുന്നിന്മ അടുത്തുള്ള ന്യൂ സ്വാഗത് ഹോട്ടൽ. ന്യൂ സ്വാഗതും ഓപ്പൺ ആണ്. മലപ്പുറം കുന്നുമ്മലില്ലേ, കോട്ടക്കുന്നുമ്മൽ അടുത്താണ് ന്യൂ സ്വാഗത്. ന്യൂ സ്വാഗത് ഓപ്പൺ ആണ്. ഇവിടെ കാലങ്ങളായിട്ട് തുറക്കുന്നുണ്ട്. ഈ തുറന്നതിൻ്റെ പേരിൽ ഇവിടെ എവിടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മലപ്പുറത്ത് വന്നിട്ട് നിങ്ങൾ നോമ്പാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരാളും ഭക്ഷണം കിട്ടാതെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഈ ഹോട്ടലുകളെല്ലാം തുറന്നാണ്. തന്നെ കണ്ടില്ല, ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.